കള്ളത്തോട് കള്ളമാണെന്ന് ഞാൻ പറയുന്നത്. ഇപ്പൊ ഷിജു ഖാൻ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, വണ്ടി ഇടിക്കാൻ പോയി മേയറെ കൊല്ലാൻ ശ്രമിച്ചു എന്നൊക്കെ ആക്കി ഇപ്പൊ കേസ്. അല്ലല്ല ഷിജു ഖാൻ ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഈ പട്ടം മുതൽ യൂണിവേഴ്സിറ്റി കോളേജിന്റെ ഫ്രണ്ട് വരെ വന്നിട്ടും വേറെ ഒരു വാഹനക്കാർക്കും പരാതിയില്ലായിരുന്നോ? ഈ മേയർക്കും ഭർത്താവിനും മാത്രമേ പരാതി ഉണ്ടായിരുന്നുള്ളൂ. ഷിജു ഖാനെ, നിങ്ങൾ ഈ നാട്ടിൽ കോടിക്കണക്കിന് പൈസ മുടക്കി AI ക്യാമറ വെച്ചിട്ടുണ്ടല്ലോ, ഈ AI ക്യാമറയിൽ ഒന്നും പതിഞ്ഞില്ലേ ഷിജു ഖാനെ? ഇങ്ങനെ ഒരു വണ്ടി വരുന്നതും ഈ പറയുന്ന മേയറുടെ വണ്ടിയെ ഇടിച്ചു കൊല്ലാൻ ശ്രമിക്കുന്നതും ഒന്നും വേറെ എങ്ങും കണ്ടില്ലേ? ഗോകുൽ, ഇവിടെ ഇപ്പോ ഈ സംഭവത്തിന് ശേഷം യദു എന്ന ഇപ്പൊ നമ്മുടെ കൂടെയുള്ള ഡ്രൈവർ വിളിച്ച് സംസാരിക്കുന്നുണ്ട്, മേയറെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. ആ സംസാരത്തിൽ മേയർ വളരെ പക്വമതിയായിട്ടാണ് സംസാരിക്കുന്നത്. അവർ പറയുന്നത് ഇത് ഒരു മേയർ അല്ലെങ്കിൽ ഒരു MLA എന്ന പദവിയിലിരിക്കുന്ന ആളുകൾ ബഹുമാനക്കുറവ് നേരിട്ടതോ അല്ലെങ്കിൽ ഞങ്ങളോട് സംസാരിച്ചതോ എന്നുള്ളതല്ല പ്രശ്നം. നമ്മളൊക്കെ പബ്ലിക് സർവൻസ് ആണ്, അപ്പോൾ ജനങ്ങളോട് വളരെ നല്ല നിലയ്ക്ക് ഇടപഴകണം, അങ്ങനെ അല്ലാത്ത പെരുമാറ്റം നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായി എന്ന് അവർ പറയുന്നു. അപ്പോൾ ഇതിനെ ആ തരത്തിൽ അവരുടെ റിയാക്ഷൻ എന്ന് പറയുന്നത് കടന്നുപോയി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എങ്കിലും ഇത്തരത്തിൽ പൊതുജനങ്ങളുമായി ഇടപഴകുന്ന ആളുകൾ സൗമ്യമായും മാന്യമായും പെരുമാറണം എന്ന അർത്ഥത്തിലുള്ള ഇടപെടലായിരുന്നു. താങ്കൾക്ക് എന്ത് തോന്നുന്നു? അഭിലാഷ്, ഇതിനകത്ത് എന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഈഗോ ക്ലാഷിന്റെ പുറത്ത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന വിഷയമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇവർക്ക് എന്തോ സൈഡ് കൊടുത്തിട്ടുണ്ടാവില്ല, ഇവർ ഹോൺ അടിച്ചിട്ടുണ്ടാവും, അതിന്റെ പേരിലുണ്ടായിരിക്കുന്ന പ്രശ്നമാണ്. ഇതിനകത്ത് ഇപ്പോൾ മേയർ കഴിഞ്ഞ ദിവസം വളരെ വികാരഭരിതയായിട്ട് നഗരസഭയ്ക്കകത്തിരുന്ന് സ്ത്രീയുടെ വിഷയമാണ്, സ്ത്രീത്വത്തിന്റെ വിഷയമാണ്. നമുക്ക് 100% ഉറപ്പാണ്, രാഷ്ട്രീയ ഭേദമന്യേ ഒരു സ്ത്രീ ഇവിടെ ലൈംഗികപരമായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള അധിക്ഷേപം നേരിട്ടിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള മുഴുവൻ രാഷ്ട്രീയ നേതൃത്വവും മാധ്യമങ്ങളും എല്ലാം അവർക്കൊപ്പം തന്നെ നിന്നിരുന്നേനെ. കാരണം ഈ ഡ്രൈവർ എന്ന് പറയുന്ന വ്യക്തി വലിയ രാഷ്ട്രീയമായിട്ട് വലിയ പിടിപാടുകളുള്ള ആളോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വലിയ സംഭവമായിട്ടുള്ള ഒരാളോ ആണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇവിടെ എന്താണ് പ്രശ്നം? ആ ബസ്സിനകത്ത് എത്രയോ യാത്രക്കാരുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു മിനിമം 2 യാത്രക്കാരെങ്കിലും അതിനകത്ത് ഉണ്ടായിരുന്നു. ഒരാളെങ്കിലും ആ ഡ്രൈവർക്കെതിരായിട്ട് ഒരു മൊഴി പറയണ്ടായിരുന്നോ? ഇന്നയാൾ ഇത് കാണിക്കുന്നത്. ഇപ്പൊ ഈ നമുക്കറിയാം ബസ്സും കാറും തമ്മിലുള്ള ഹൈറ്റ് ഡിഫറൻസ് എന്താണെന്നൊക്കെ നമുക്കറിയാം. ഇപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ബസ്സിലിരിക്കുന്ന ഒരാൾ ലൈംഗികമായിട്ടൊരു ചേഷ്ട കാണിക്കുന്നു, അത് താഴെ കാറിലിരിക്കുന്നവർ കാണുന്നു, ഈ ബസ്സിലിരിക്കുന്ന ഇത്രയധികം യാത്രക്കാർ കാണുന്നില്ല. ഇവർക്ക് ഇതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ഇവർക്ക് മുമ്പോട്ട് വെക്കാൻ സാധിച്ചിട്ടുള്ളത്? ഒന്നും തന്നെ ഇല്ല. ഒരു ഇഷ്യൂ ഉണ്ടായി, അത് ഈഗോപരമായ ഒരു ഇഷ്യൂ ആണ്. കുറച്ചുകൂടി പക്വതയോടുകൂടി മേയർ ഇടപെടേണ്ടതായിരുന്നു, കുറച്ചുകൂടി പക്വതയോടുകൂടി സച്ചിൻ ദേവ് ഇടപെടേണ്ടതായിരുന്നു, അല്ലെങ്കിൽ കൂടെയുള്ളവർ അവരിയ്ക്കുന്ന പദവികൾ എന്താണെന്ന് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടതായിരുന്നു. അവർക്ക് ഇടപെടാൻ 1000 വഴികൾ ഉണ്ടായിരുന്നു. ഇപ്പൊ സാധാരണ ഇപ്പൊ എന്നെയോ നിങ്ങളെയോ അല്ലെങ്കിൽ മറ്റൊരാളെ പോലുള്ള ഒരു പൗരനാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ പറയുന്നത് പോലെ ഇപ്പൊ വണ്ടി കൊണ്ടുവരുന്നു, അവിടെ ചേസ് ചെയ്ത് നിർത്തുന്നു, അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നു, അടി ഉണ്ടാകുന്നു, ഇത് സംഭവിച്ചേക്കാം സാധാരണക്കാരൻ. ഇവരാണെന്നുണ്ടെങ്കിൽ ഒരൊറ്റ ഫോൺ കോളിൽ ഈ പറയുന്ന ബസ്സിനെ പോലീസിനെ ഉപയോഗിച്ച് തന്നെ തടഞ്ഞു നിർത്താനോ അല്ലെങ്കിൽ ഈ ഡ്രൈവർക്കെതിരായിട്ട് നടപടി സ്വീകരിപ്പിക്കാനോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? ഒരു ബുദ്ധിമുട്ടില്ലായിരുന്നു. ഇത് ഈഗോപരമായ വിഷയമാണ്, ഞങ്ങൾ എന്തോ സംഭവമാണ്, ഞങ്ങൾക്കെതിരായിട്ട് ഇത് കാണിച്ചാൽ ഞങ്ങൾ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയ ഒരു വിഷയം മാത്രമാണ്. ഇപ്പൊ അതിനെ മറയ്ക്കാൻ വേണ്ടി പെട്ടു. സത്യം പറഞ്ഞാൽ അതാണ് യാഥാർത്ഥ്യം, പെട്ടു. ഇതിനെ മറയ്ക്കാൻ വേണ്ടിയിട്ട് ഇല്ലാത്ത കുറെ ലൈംഗിക ആരോപണം കൊണ്ടുവരുന്നതായിട്ടാണ് പ്രഥമ ദൃഷ്ടി. പക്ഷേ ആ ദൃശ്യങ്ങൾ ഇപ്പോൾ എന്തായാലും പോലീസിന് എടുക്കാൻ കഴിയുന്നില്ല, അതിന്റെ മെമ്മറി കാർഡ് പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ദൃശ്യമില്ലെങ്കിൽ പിന്നെ ഇതിങ്ങനെ എങ്ങനെ തെളിയിക്കും എന്നുള്ള കാര്യത്തിൽ പോലീസിനെ സംബന്ധിച്ചും ഒരു ഊഹവും ഉണ്ടാകില്ല. പിന്നെ മൊഴികളെക്കാൾ ആധികാരികം എന്ന് പറയുന്നത് ഈ ദൃശ്യങ്ങളായിരുന്നു. ഈ ദൃശ്യങ്ങൾ എങ്ങനെ നഷ്ടപ്പെട്ടു എന്ന് താങ്കൾ വിചാരിക്കുന്നു? ഞാന് വണ്ടി ഓടി തിരുവനന്തപുരത്ത് വരുന്നതിന് മുമ്പ് പാളയം വരുന്നവരെ അത് റെക്കോർഡിംഗ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഉള്ള കാര്യങ്ങൾ എനിക്കറിയത്തില്ല. വണ്ടി എൻ്റെ കയ്യിലില്ലായിരുന്നു, ഞാൻ സ്റ്റേഷനിലായിരുന്നു. അത് കഴിഞ്ഞ് CMDക്കല്ലേ അതിൻ്റെ ഉത്തരവാദിത്വം, അവരാണ് പറയേണ്ടത് എന്ത് ചെയ്തു, മെമ്മറി കാർഡ് എന്ത് ചെയ്തെന്നും കാര്യങ്ങളെല്ലാം അവരാണ് പറയേണ്ടത്. അല്ലാതെ ഈ മെമ്മറി കാർഡ് അതിൻ്റെ അകത്ത് ഉണ്ടെന്ന് പോലും എനിക്കറിഞ്ഞൂടെ. നേരെ ഇവിടെ നിന്ന് റെക്കോർഡിങ് CMDയുടെ അടുത്തോട്ടാണ് പോകുന്നതെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അതിൻ്റെ അകത്ത് ഒരു മെമ്മറി കാർഡ് ഉണ്ടെന്ന് ഈ വാർത്തകൾ കേട്ടപ്പോഴാണ് മനസ്സിലായത്. ഈ ഡിപ്പോയിൽ എത്തിയതിനു ശേഷം ഇപ്പൊ താങ്കളെ ആ ബസ്സിനകത്ത് നിന്ന് പോലീസ് കൊണ്ടുപോയി, അതിനുശേഷം ബസ് അവിടെ കിടക്കരുത്, താങ്കൾ പിന്നെ ബാഗ് എടുക്കാനാണ് ബസ്സിലേക്ക് വന്നത്. അപ്പൊ അതിനുശേഷം ബസ് ഡിപ്പോയിൽ പോയതിനു ശേഷമായിരിക്കുമോ ഈ കാർഡ് അതിൽ നിന്ന് എടുത്തിട്ടുണ്ടാവുക? ആയിരിക്കും. അതിനാണ് സാധ്യത. പാളയത്താണ് ബസ് കിടന്നതും, അതുകൊണ്ട് എനിക്ക് അറിയാൻ പറ്റത്തില്ല. ബസ്സിന് അതിനിടയ്ക്ക് ആരെങ്കിലും കയറിയോ, കണ്ടക്ടറിനെ അറിയാവുള്ളൂ. അതിനിടയ്ക്ക് ആരെങ്കിലും കയറിയോ, കണ്ടക്ടർ മാത്രമേ ഉള്ളൂ എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നത്. കണ്ടക്ടറിനെ ഞാൻ വിളിച്ചപ്പോഴൊക്കെ കണ്ടക്ടർ ഒരു ഇതിന്റെ അനുഭാവി എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. എനിക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല. കൂടെ നിൽക്കുന്നവനെ ചതിക്കുന്നെന്ന് പറഞ്ഞ ഒരു വാർത്തയിലേക്ക് കേൾക്കുന്നതായിട്ട് കണ്ടക്ടർ ഉറങ്ങുകയാണെന്ന് ഇത് നമ്മുടെ മേയറിന്റെ അടുത്ത്, ബഹുമാനപ്പെട്ട മേയറിന്റെ അടുത്ത് പറഞ്ഞു എന്ന് ഞാൻ പറയും. അതിങ്ങനെ എടുത്തെടുത്ത് പറയുന്നുണ്ട് ഓരോ വാർത്തയിലും. താങ്കൾക്ക് അതിനുള്ള അവസരം നഷ്ടമാവുകയാണ് എന്ന് തോന്നുന്നുണ്ടോ ഈ ദൃശ്യങ്ങൾ പോയതോടെ? അവസരം നഷ്ടമാവുകയാണ്. പിന്നെ ഈ ആരോപണം എന്ന് പറയുന്നത് ഈ ലൈംഗിക ചേഷ്ട കാണിക്കുന്ന വെച്ചാൽ ഒരു KSRTC ബസ് ഓടിക്കുന്ന ഒരാൾക്കും കാണിക്കാൻ പറ്റത്തില്ല. അതല്ലാതെ പൊതുവേ ഒരു ജോലിയില്ലാതെ ബസ്സിൻ്റെ അകത്ത് ചുമ്മാ ഇരിക്കുന്ന കണ്ടക്ടറിന് കാണിക്കാം, വേറെ ഒരു പാസഞ്ചറിന് കാണിക്കാം. അത് കാണിച്ചാലും ഒരു കാറുകാരൻ കാണാൻ ഒരു വഴിയില്ല. ബസ്സും ആണെങ്കിൽ ഓക്കെ, ഈ ബസ്സിലിരിക്കുന്ന ആൾ അപ്പുറത്തെ ബസ്സിലെ ആളെ കണ്ടു, ഓക്കെ. ഈ കാർ ഇത്രയും താഴെ കിടക്കുന്ന കാറ് അല്ലെങ്കിൽ മാഡം നമ്മുടെ ബസ്സിൻ്റെ അകത്തുണ്ടാവണം. ഇതൊക്കെ വസ്തുതാ വിരുദ്ധവും പിന്നെ അവരെ ഈഗോ ക്ലാഷ് ആണ് സംഭവം. മേയർ എന്നുള്ള പദവി ഞാൻ മേയർ എന്ന് പറഞ്ഞിട്ടും അവര് അതിനുള്ള അർഹിക്കുന്നില്ല. എന്താ വെച്ചാൽ എൻ്റെ അടുത്ത് അങ്ങനെ മോശമായിട്ടാണ് സംസാരിച്ചത്. നമ്മുടെ നാട്ടിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായി വന്നാൽ നമ്മുടെ സാധാരണക്കാരായ സ്ത്രീകൾ, വീട്ടമ്മമാരായിട്ടുള്ള സ്ത്രീകൾ, വിദ്യാർത്ഥിനികൾ, പെൺകുട്ടികൾ, അവർ പലയിടങ്ങളിലും പലവിധം അധിക്ഷേപങ്ങളും നേരിടുന്നുണ്ട്.
അപ്പോൾ അതിനൊക്കെ ഭാഗമായിട്ട് കേസുകൾ വരുന്നുണ്ട്. അതിലൊക്കെ പ്രതികളെ കൊണ്ടിരുത്തി സംസാരിച്ചാലും ഇതുപോലെ യദു പറഞ്ഞതുപോലെ അച്ചടിച്ച ഭാഷയിൽ തന്റെ ഭാഗം ന്യായീകരിച്ചുകൊണ്ട് എല്ലാ ക്രിമിനലുകളും ഇതൊക്കെ പ്രഖ്യാപിക്കും. അതൊക്കെ ക്രിമിനൽ വാസനയുള്ളവരുടെ പ്രത്യേക വൈദഗ്ധ്യമാണ്. 2017 തന്നെ നേമം പോലീസ് സ്റ്റേഷൻ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു സുപ്രധാനമായ കേസുണ്ട്. ആ കേസിലും വളരെ ക്രൂരമായ ലൈംഗിക അധിക്ഷേപം ഒരു സ്ത്രീയോട് ചൊരിയുകയും ആ സ്ത്രീയെ അധിക്ഷേപിക്കുകയും ആ സ്ത്രീയെ ലൈംഗിക ആവശ്യത്തിന് ക്ഷണിക്കുകയും പുലഭ്യം വിളിക്കുകയും തെറിവിളിക്കുകയും ചെയ്ത കേസിലെ പ്രതിയാണ്. എന്ന് മാത്രമല്ല പരാതികൾ ഉയർന്നു വന്ന കേസുകൾ അല്ല ഞാൻ പറഞ്ഞോട്ടെ. അപ്പോ അത്തരം കേസുകളിലെയും പ്രതിയാണ് ഈ പറയുന്ന ആൾ, യദു എന്ന് പറയുന്ന ആൾ. ലൈംഗിക അതിക്രമം എന്ന് പറഞ്ഞ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലാതെ ഒന്നും തെളിയിക്കാൻ പറ്റിയിട്ടില്ല. ഇന്ന കേസുണ്ട്, ക്രൈം ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. ആദ്യം ഒരു ക്രൈം ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. ഒരു ക്രൈം ഉണ്ടായിരുന്നു, അത് പാർട്ടി ബേസിൽ ഉണ്ടായിരുന്നു. ഇവരെ പാർട്ടി തന്നെയാണ് DIFI. അവിടെ നേമം മണ്ഡലത്തിലെ ഒരു പയ്യനുമായിട്ട് അടിയായി, അങ്ങനെ ബഹളമായപ്പോൾ അവന്റെ സഹോദരിയാണ് അവരെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു, അവരെന്തോ കാണിച്ചു എന്നും പറഞ്ഞു. ഇതേ സെയിം കഥ തന്നെയാണ് ഇവരവിടെയും പറഞ്ഞത്. അതുകൊണ്ട് പൊതുവായിട്ട് ഇവരെ പാർട്ടി മൊത്തം ലൈംഗിക അതിക്രമത്തിന്റെ ആൾക്കാരാണെന്നുള്ളത് എനിക്കിപ്പോൾ മനസ്സിലായി. പിന്നെ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലെന്നുള്ളത് കോടതി വരെ തെളിയിച്ചാണ്. പിന്നെ ഇദ്ദേഹം പറയും പോലെ എനിക്ക് ഇദ്ദേഹത്തിന് തെളിയിക്കേണ്ട കാര്യമില്ല, ഒന്നാമത്തെ കേസ്. പിന്നെ എന്നെ ഈ നാണം കെടുത്തി എല്ലാ ചാനലിലും ഇദ്ദേഹം തന്നെയാണ് ഞാൻ ശ്രദ്ധിക്കുകയും ചെയ്തു. ഇദ്ദേഹം ഇങ്ങനെ ലൈംഗിക അതിക്രമം ക്രിമിനലാണ്, ഇവരെ പാർട്ടിയിൽ ആരും ഇല്ല, പീഡിപ്പിക്കാത്ത ആളുകളും ഇല്ല, എല്ലാം നല്ല ആൾക്കാരാണ്, നല്ല സത്യസന്ധന്മാരായിട്ടുള്ള പാർട്ടിക്കാരാണ്, നല്ല സ്വഭാവമുള്ള ആൾക്കാരാണ്, എല്ലാം നല്ല ആൾക്കാരാണ്, പീഡന വീരന്മാരേ ഇല്ല. ഈ മാഡത്തിന്റെ പേരിലും ഈ സാറിന്റെ പേരിലും MLA സാറിന്റെ പേരിലും എത്രമാത്രം കേസുണ്ട്. എന്നെക്കാട്ടി എനിക്ക് 1, 2, 3 കേസുണ്ടെന്ന് പറയുന്നു. ഇവർക്ക് 500, 400, 200 കേസ്. ആ സെക്രട്ടേറിയറ്റിൽ ചാടി നടന്ന കേസ്, പിന്നെ വൺ വേ കൂടെ മാഡം ആസിഫ് അലിയെ കാണാൻ ഓടിയത്, അതൊന്നും കേസേ അല്ല. ഇവര് സിഗ്നൽ തെറ്റിക്കുന്നതും നിയമം തെറ്റിക്കുന്നതൊക്കെ ഇവരെ ഹോബിയാണ്. അപ്പോൾ നമുക്ക് സാധാരണക്കാരായിട്ടുള്ളവർക്ക് പ്രതികരിക്കാൻ നിവർത്തിയില്ല. ഞാൻ ഇത് പറയൂലായിരുന്നു. 2 ദിവസമായിട്ട് ഇദ്ദേഹം ഈ ചാനലിൽ ലൈംഗിക അതിക്രമം കാണിക്കുന്നവൻ, മുണ്ടുപൊക്കി കാണിക്കുന്നത്. ഞാൻ മുണ്ടല്ല എടുത്തിരുന്നത്, പാൻ്റാണ് ഉപയോഗിക്കുന്നത്. പിന്നെ അതിൻ്റെ അകത്ത് ഞാനൊന്നും പറയുന്നില്ല സാറേ. എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും ഇതേപോലെ താഴ്ന്നു പോകും. യുവരാജ്, വളരെ പെട്ടെന്ന് ഇപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ഇത് വളരെ എളുപ്പത്തിൽ തീർക്കാവുന്ന ഒരു വിഷയമായിരുന്നു. അതിനെ അതിഭീകരമായ മാനങ്ങളിലേക്ക് കൊണ്ടുപോവുകയും സംസാരിക്കുന്നവരെല്ലാം ലൈംഗിക അതിക്രമത്തെ വെള്ളപൂശാൻ നിൽക്കുന്നവരാണ് എന്നൊരു നറേറ്റീവ് സൃഷ്ടിക്കുകയൊക്കെ ചെയ്തതുകൊണ്ട് ആത്യന്തികമായി ഗുണമുണ്ടാകുന്നു താങ്കൾക്ക് തോന്നുന്നുണ്ട്? കള്ളത്തോട് കള്ളമാണെന്ന് ഞാൻ പറയുന്നത്. ഇപ്പൊ ഷിജുഖാൻ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, വണ്ടി ഇടിക്കാൻ പോയി മേയറെ കൊല്ലാൻ ശ്രമിച്ചു എന്നൊക്കെ ആക്കി ഇപ്പൊ കേസ്. അല്ലല്ല ഷിജുഖാൻ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഈ പട്ടം മുതൽ യൂണിവേഴ്സിറ്റി കോളേജിന്റെ ഫ്രണ്ട് വരെ വന്നിട്ടും വേറെ ഒരു വാഹനക്കാർക്കും പരാതി ഇല്ലായിരുന്നോ? ഈ മേയർക്കും ഭർത്താവിനും മാത്രമേ പരാതി ഉണ്ടായിരുന്നുള്ളൂ. ഷിജുഖാനെ, നിങ്ങൾ ഈ നാട്ടിൽ കോടിക്കണക്കിന് പൈസ മുടക്കി AI ക്യാമറ വെച്ചിട്ടുണ്ടല്ലോ. ഈ AI ക്യാമറയിൽ ഒന്നും പറഞ്ഞില്ലേ ഷിജുഖാൻ ഇങ്ങനെ ഒരു വണ്ടി വരുന്നതും ഈ പറയുന്ന മേയറുടെ വണ്ടിയെ ഇടിച്ചു കൊല്ലാൻ ശ്രമിക്കുന്നതും ഒന്നും വേറെ എങ്ങും കണ്ടില്ലേ? അപ്പൊ ആ പറയുന്ന AI ക്യാമറകളിൽ ഒന്നുമില്ല. നിങ്ങൾ ഈ പറയുന്ന നിങ്ങൾ പറയുന്നു ഡ്രൈവറാണ് കസ്റ്റോഡിയൻ, ഡ്രൈവറുടെ സീറ്റിന്റെ അടുത്താണ് ഈ പറയുന്ന മെമ്മറി കാർഡ് ഇരിക്കുന്നത്. ശരി, സമ്മതിച്ചു. പാളയത്ത് ആ യൂണിവേഴ്സിറ്റി കോളേജിന്റെ ഫ്രണ്ടിൽ ഈ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു CCTV ക്യാമറ ഉണ്ടല്ലോ. ഇദ്ദേഹം അതിൽ നിന്ന് ഇറങ്ങി എഡിറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാമല്ലോ. നിങ്ങളുടെ ആൾക്കാർ ചുറ്റും ക്യാമറയും പിടിച്ച് നിൽക്കുന്നുണ്ടല്ലോ. നിങ്ങളുടെ എന്തെങ്കിലും ക്യാമറയിലെങ്കിൽ ഇത് പതിയണ്ടേ ഈ പറയുന്ന മെമ്മറി കാർഡ് ഇദ്ദേഹം ഇളക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ? അപ്പൊ ഈ പറയുന്ന ഒരിടത്തും ഒരു തരത്തിലുള്ള വിഷ്വലും ഇല്ല, ഒരു എവിഡൻസും ഇല്ല. എന്നിട്ട് നിങ്ങൾ അങ്ങ് പറയുകയാണ് ഇയാള് ലൈംഗിക ചേഷ്ട കാണിച്ചു എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പാർട്ടിയിലും സ്ത്രീകളുണ്ട്, നിങ്ങൾക്കൊപ്പമാണ്, നമ്മുടെ മേയർക്കൊപ്പമാണ്. പക്ഷെ ഒരു തരി എവിഡൻസ് എങ്കിലും മുമ്പോട്ട് വെക്കാൻ തയ്യാറാണ്. അവിടെ